ഈമാൻ അല്പമുണ്ടോ ചിന്തിച്ചോ, നിസ്സാര പ്രശ്നമല്ല. അങ്ങനെ മരിച്ചടത്ത് ചെന്നില്ലാരും യാസീൻ ഒന്നുകൊണ്ട് ഇഖ്റഊ അലാ മൗതാക്കും സൂറത്ത് യാസീൻ, മരിച്ചോരെ പേരുകൾ യാസീൻ ഓതണം. ഒരു ഹദീസ്. മറ്റൊരു ഹദീസിൽ കാണാം ഇദാ ഹദർതുമുൽ മരീല അവൽ മയ്യിത ഫഖൂലൂ ഖൈറാ, മരണമാസന്നമായ സ്ഥലത്ത് നിങ്ങൾ എത്തുമ്പോൾ ഏറ്റവും ഖൈറാന്ന് നിങ്ങൾ പറയണം. ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ്, ഏറ്റവും ഖൈർ അല്ലാഹുവിന്റെ കലാമാണ്, അഥവാ പരിശുദ്ധ ഖുർആനാണ്. അതനുസരിച്ച് ഖുർആൻ ഓതുന്നു. എന്തൊരു നല്ല അന്തരീക്ഷം, ഭക്തിയുള്ള അന്തരീക്ഷം. ഈ കിടക്കുന്ന മയ്യത്തിന് ഏറ്റവും സമാധാനം കിട്ടേണ്ട സമയം റഹ്മത്തിന്റെ മലായികത്തിന് ഇങ്ങനെ വരികയാണ്. ഇനിയോ ആ മരിച്ച മയ്യത്തിന്റെ അയലുകാർക്ക് സമാധാനം വേണ്ടേ? റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്നു. ഇനി വേറെ ഒരു തെളിവില്ലാന്ന് വെച്ചോ, ഏത് മരിച്ചടത്ത് ഖുർആൻ ഓതാൻ ഒരു തെളിവില്ലാന്ന് വെച്ചോ, ഒരു കാര്യം നമുക്ക് ചിന്തിച്ചൂടെ? അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ ഓതുന്നിടത്ത് റഹ്മത്തിന്റെ മലക്ക് വരുന്ന ഉറപ്പല്ലേ? അത് മുസ്ലിമിന്റെ ഹദീസിലുണ്ടല്ലോ. ഒരു സ്വഹാബി ഇങ്ങനെ പുറത്ത് കുതിരയെ കെട്ടിയിട്ട് ടെന്റിൽ നിന്ന് ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്. ഓതിക്കൊണ്ടിരിക്കുമ്പോൾ കുതിര ഇങ്ങനെ ചാടാൻ തുടങ്ങി. കുതിര ഇങ്ങനെ ചാടുകയാണ്. ആ സ്വഹാബി ഓത്ത് നിർത്തി പുറത്തു വന്നു. കുതിരയുടെ അടുത്ത് വന്നപ്പോഴേക്ക് കുതിര ചാട്ടം നിർത്തി. എന്താ മനസ്സിലായില്ല. വീണ്ടും തിരിച്ചുപോയി. വീണ്ടും ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്. കുതിര വീണ്ടും ചാടാൻ തുടങ്ങി. അതിനെ തൊട്ടടുത്തുള്ള കുട്ടിയെ ചവിട്ടുമോ എന്നുള്ള പേടി. തിരിച്ചു വന്നു, കുതിര ചാട്ടം നിർത്തി. മൂന്നാമത് ഓതാൻ തുടങ്ങി. കുതിര ചാടുന്നു. ഇനിയാണ് ചാടട്ടെ തീരുമാനിച്ചു. ശക്തമായിട്ട് ഓതാൻ തുടങ്ങി. ശക്തമായി ചാടാൻ തുടങ്ങി. വീണ്ടും ഓതാൻ തുടങ്ങി. വീണ്ടും ചാടാൻ തുടങ്ങി. ഇത് വല്ലാതെ അപകടമാവുമെന്ന് മനസ്സിലായപ്പോ ആ സ്വഹാബിയതായി ഇറങ്ങിച്ചെല്ലുന്നു. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് ആ മേൽപോട്ട് നോക്കുമ്പോ ശരിക്കും ഒരു റൗണ്ടിൽ ഇങ്ങനെ ഒരു സാധനം, ഒരു പ്രകാശ തളിക ഉയർന്നുയർന്നു പോകുന്നു. പെണ്ണുങ്ങളെ ശരിക്കും മനസ്സിലാക്കിക്കോ, ചെറുപ്പക്കാരെ ശരിക്കും മനസ്സിലാക്കിക്കോ. ആ സ്വഹാബി റസൂലുള്ളാഹിന്റെ അടുത്ത് എന്ന് പറയുന്നു, നബിയെ ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി. സംഭവം ഞാൻ ഇങ്ങനെ കണ്ടു, എന്തെന്നറിയില്ല. നബി തങ്ങൾ പറയുന്നു, സ്വഹാബി നിങ്ങൾ കൂത്ത് തുടർന്നുകൂടായിരുന്നോ? നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തപ്പോ ആ ഖിറാഅത്ത് കേട്ടിട്ട് അത് സ്വീകരിക്കാൻ റഹ്മത്തിന്റെ മാലാഖമാര് വന്നതാണ്. നിങ്ങൾ ഓത്ത് നിർത്തുമ്പോൾ അവർ കേറിപ്പോവുകയാണ്. ഓത്ത് തുടർന്നിരുന്നുവെങ്കിൽ മലായികത്ത് നിങ്ങൾക്ക് മുസാഫഹത്ത് ചെയ്യുമായിരുന്നു. അവർ റഹ്മത്തിന് മലക്കിറങ്ങി ഖുർആൻ ഓതി നിർത്തുന്ന ഉറപ്പല്ലേ? അത് കാണാൻ മാത്രം നമ്മുടെ കണ്ണിന് പവറില്ലാത്തത് കൊണ്ട്, തെറ്റു ചെയ്യുന്ന കണ്ണായതുകൊണ്ട് കാണാതിരിക്കുന്നതാണ്. ആ മയ്യിത്തിന് ആശ്വാസമല്ലേ? മയ്യിത്തിന്റെ അയലുകാർക്ക് ആശ്വാസമല്ലേ? പക്ഷേ ആ ഖുർആൻ പാരായണം അനാചാരമാക്കി മാറ്റിയാലോ ഇപ്പൊ എന്താ ഉണ്ടാവുക? മരിച്ച മയ്യിത്ത് ഇങ്ങനെ കടക്കുന്നിടത്ത് ഖുർആനോത്തൊന്നുമില്ല, ചെന്നിങ്ങനെ നോക്കിയാൽ ഇതുണ്ടാവും. ഒരു കറവ പശു ചത്ത് കിടക്കുന്ന പോലെ ഇങ്ങനെ കിടക്കും. ഞാൻ ആക്ഷേപിക്കല്ല, അല്ല അങ്ങനെ തന്നെ ഉണ്ടാവുക. എന്താ സാധാരണഗതിയിൽ ഒരു 10 ലിറ്റർ കറന്നിരുന്നൊരു പശു, ആ പശു ഒരു സുപ്രഭാതത്തിൽ ചത്തുന്ന് വെക്കുക. ആ പശുവിനെ പെട്ടെന്ന് മറയൂല, മുറ്റത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. തുണിക്ക് പകരം ചാക്കിട്ട് മൂടിയിട്ടുണ്ടാവും എന്ന് മാത്രം. എന്നിട്ട് അയൽവാസികളൊക്കെ ഇങ്ങനെ വരും. കാർത്തിയനിയമ്മ ഉണ്ടാകും, വേലായുധേട്ടൻ ഉണ്ടാകും, ഭാസ്കര പണിക്കര് വരും, അലവി ഹാജി ഉണ്ടാകും, ഹദീജ താത്ത ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ പറയും, ഓ നല്ല പശുവായിരുന്നില്ലേ, അച്ചടക്കുള്ള പശു, ഒരു കുടുംബം പോറ്റിയിരുന്നത് ഖദീജ താത്ത ഈ പശുവിനെ കൊണ്ടല്ലേ, എത്ര വർഷമായി. ഈ പരിസരത്തൊക്കെ അതിന്റെ പാല് കുടിക്കാത്തവരുണ്ടോ? ഇന്ന് ഉച്ചക്കും കൂടെ ഞാൻ ഊണ് കഴിച്ചത് അതിന്റെ പാൽ കൊണ്ട് ഉണ്ടാക്കിയ മോര് കൊണ്ടല്ലേ. എന്ത് ചെയ്യാനാ, ദൈവഹിതം, പടച്ചോന്റെ വിധി. പെട്ടെന്ന് എന്തോ പോളി റബ്ബർ പാലോ കുടിച്ചു പോയതാ. എന്ത് ചെയ്യും, നഷ്ടം. പടച്ചോന്റെ എല്ലാവരും എന്ത് ചെയ്യാനാ, നല്ല മനുഷ്യനായിരുന്നു, പരോപകാരി. ആരെന്ത് ചോദിച്ചാലും അപ്പോൾ ഉള്ളത് എടുത്തു കൊടുത്ത് സഹായിച്ചിരുന്ന ആളല്ലേ. ഇന്നലെ വൈകുന്നേരം കൂടെ നല്ല വിടലും വിട്ടിട്ട് ഇങ്ങനെ ബണ്ടലടിച്ച് റോട്ട് കൂടെ പോകുന്ന കണ്ടല്ലേ. ഇങ്ങനെ വരുന്ന ആരോ കരുതിയിട്ടുണ്ടോ? പെട്ടെന്ന് നെഞ്ഞുവേദന. എന്തു ചെയ്യാനാ, ദൈവഹിതം അല്ലേ. ലാന്റെ കളായി വേണമെങ്കിൽ പറയും. നല്ല ഫലമുണ്ടോ? നിങ്ങൾ എന്ത് മാറ്റമുണ്ട് ആലോചിക്കും നിങ്ങൾ. രണ്ടും തുല്യം അല്ലേ. ഒരു പശു ജീവൻ പോയതും ഈ മനുഷ്യന്റെ ജീവൻ പോയതും രണ്ടും തുല്യം. ഇനി മയ്യത്ത് കുളിപ്പിച്ചു, ഗൗരവം ഉൾക്കൊള്ളാനാ ഇപ്പൊ നിങ്ങൾക്കത് മനസ്സിലാകൂല. പക്ഷേ ഇത് വേണ്ടതുപോലെ ഈ ആചാരത്തിന് പച്ചക്കൊടി കാണിച്ചിട്ടില്ലെങ്കിൽ, അനാചാരമാക്കിയിട്ട് ഇതിനെ തള്ളിക്കളഞ്ഞാൽ അത് ബോധ്യപ്പെടുക നമ്മളൊക്കെ മരിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്ന മയ്യത്താകണം. അവിടെ നമുക്ക് ഖുർആൻ ഓതാൻ ആളില്ലാതെ ഓതുന്ന ഖുർആൻ മുടക്കുന്ന മക്കൾ വന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കരയുന്ന മക്കളുണ്ടാകണം. അപ്പോഴാണ് റബ്ബേ ആതാകെ യാദ് മുജ്കോ, ആതാകെ യാദ് മുജ്കോ, ഗുസറാ ഹുവാ സമാന,
गुजरा हुआ जमाना ए बाग की बहारे वो सबका ചഹചഹാന പോയല്ലോ. ഗോൾഡൻ ചാൻസ് നഷ്ടപ്പെട്ടു പോയി, സുവർണ ചാൻസ് നഷ്ടപ്പെട്ടു പോയി. ഇനി ചിന്തിച്ചിട്ട് പരിതപിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോഴാണ് ആ ഖുർആൻ മഹത്വം ബോധ്യപ്പെടുക. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ മരിച്ച മയ്യത്തിനെ കുളിപ്പിക്കാൻ വെച്ചു. എല്ലാം കഴിഞ്ഞ ശേഷം കഫൻ ചെയ്തു. ഇനിയോ മയ്യത്ത് എടുക്കല്ലേ, എടുക്കുക. ഇങ്ങനെ എടുക്കുമ്പോ ശരിക്കും ഇസ്ലാമിന്റെ ആചാരപ്രകാരം വേണ്ടത് എന്താണ്? വല്ലാത്തൊരു പ്രാർത്ഥന അവിടെ വെച്ച് നടത്തലാണ്. കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങളോടും ഒരു കൽപ്പന, അൽ ഫാത്തിഹ ഇഖ്റഉ അൽ ഫാത്തിഹത. അങ്ങനെ ഫാത്തിഹ ഓതുന്നു, യാസീൻ ഓതുന്നു. ഈ യാസീനും ഫാത്തിഹയും ഓതുമ്പോഴേക്ക് റഹ്മത്തുൽ മലായികത്ത് വരുന്നു, അവരകമ്പടി സേവിക്കുന്നു. ഈ യാസീൻ ഓതിയ മുഴുവൻ ചെറുപ്പക്കാരുടെയും മനസ്സ് മയ്യത്തിന്റെ അടുത്തേക്കാണ്. അല്ലേ? ഇങ്ങനെ യാസീൻ പഠിച്ച എത്ര ചെറുപ്പക്കാരുണ്ടായിരുന്നു? നല്ല കാര്യമാണോ? പഴയ തലമുറ എടുത്തു നോക്കിക്കോ നിങ്ങള്. യാസീൻ മിക്ക ആളുകൾക്കും കാണാതെ അറിയും. എങ്ങനെ അറിയും? ഒറ്റക്കോതാൻ അറിയില്ല, എന്നാൽ കൂട്ടത്തിലോതാൻ അറിയും. അല്ല, അതിനറിച്ചിലാണല്ലോ. ഒറ്റയ്ക്ക് ചിലപ്പോ യാസീൻ ഓതിയ തബാറക്കിലൊക്കെ എത്തിപ്പോകും. ഇങ്ങനെ ചിലപ്പോ ഉണ്ടാകുക. അതേ സമയത്ത് കൂട്ടത്തിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ യാസീൻ ഓതുകയാണെങ്കിലോ ആ യാസീൻ നമ്മളിങ്ങനെ കൂടെ കൂടി പോകൂലേ? കാണാതെ പഠിച്ചിട്ടില്ലേ? എന്നിട്ട് യാസീനും ഫാത്തിഹയും ഓതി കഴിയുമ്പോ ഉസ്താദ് കൈ ഉയർത്തുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിനാ വമയ്യിതിനാ വശാഹിദിനാ വഗായിബിനാ വദക്കറിനാ വഉൻസാനാ അല്ലാഹുമ്മ മൻ അഹ്യൈതഹു മിന്നാ ഫഅഹ്യിഹി അലൽ ഇസ്ലാം വമൻ തവഫൈതഹു മിന്നാ വതവഫഹു അലൽ ഈമാൻ. റബ്ബേ, ഈ കിടക്കുന്നത് ഹാജിക്കാന്റെ മയ്യിത്താണ്. അദ്ദേഹം ഇടക്കിടക്ക് പാവപ്പെട്ടവരെ വിളിച്ചു വരുത്തി നോമ്പ് തുറപ്പിച്ചിരുന്ന വ്യക്തിയാണ്. ഉസ്താദുമാരെയും കുട്ടികളെയും വിളിച്ച് മൗലിദ് കഴിച്ചിരുന്ന വ്യക്തിയാണ്. എല്ലാവർക്കും പരോപകാരിയാണ്, ഉപകാരം ചെയ്തു കൊടുത്ത വ്യക്തിയാണ്. ഈ വീട്ടിലേക്ക് ഇയാൾ മടങ്ങി വരില്ല. ഇയാൾ മയ്യിത്തായി പോയി, ലാസ്റ്റ് യാത്രയാണ്. പുറത്തു കൊടുക്കു റബ്ബേ, മക്കൾക്ക് ക്ഷമ കൊടുക്കു റബ്ബേ. കൂടി നിൽക്കുന്നവരാമീൻ പറയൂലേ, കണ്ണീരൊലിക്കൂലേ, ഹൃദയം വിതുമ്പൂലേ, മനസ്സ് വെമ്പൂലേ, അല്ലാഹു സ്വീകരിക്കില്ലേ? ആ ഹാജിക്കാനെ മയ്യിത്തെടുക്കുമ്പോൾ എന്തോ ഒരു ഭക്തിയാണ്. അതേസമയത്ത് അത് അനാചാരമാക്കി മാറ്റിയാലോ എന്താണ്ടാവുക? ഇത് ഓത്തും തുഴക്കാൻ അനാചാരമാക്കി മാറ്റിയാൽ ആ തരത്തിലെ വ്യക്തിനെ മയ്യിത്തെടുക്കുമ്പോൾ മുറിച്ചിട്ട തേക്ക് മില്ലിലേക്ക് എടുക്കുന്നതാകാം. അങ്ങനെ തന്നെ ലോറിക്ക് കയറ്റുന്ന തേക്ക് മുട്ടി മാതിരി ഇങ്ങനെ ഉണ്ടാവുക. ഞാനെന്താ ദിക്റില്ല, ദുആഇല്ല, ഒന്നുമില്ല, കൊണ്ടുപോവല്ലേ കൊണ്ടുപോവാ. ഇനി ആ മയ്യിത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴോ അവിടെ ഞാൻ പറഞ്ഞു റസൂലുള്ളാഹിന്റെ ഹദീസ് ഉണ്ടല്ലോ, ഇദാ ഹദത്തുൽ മദീന അവൽ മയ്യിത്ത് ഫഖൂലു ഖൈറാ ലക്കിനു അലാ മൗതാകും. മരിച്ചോരെ പേരൊക്കെ ചൊല്ലിക്കൊടുക്കാൻ റസൂലുള്ളാഹി പറഞ്ഞതല്ലേ? അങ്ങനെ ചൊല്ലുകയാണ്. മയ്യിത്താണ് ഖബറിലേക്ക് പോകുന്നതെങ്കിലും കൂടെ പോകുന്ന നമുക്കും ഒരു ഭക്തി വേണം. ഞാനും ഖബറിലേക്ക് പോകുമെന്ന് തോന്നുന്ന രീതിയിൽ അമിതമായ ശബ്ദത്തോടെയല്ല. നബി ഇമാം അദ്കാറിൽ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ പറ്റ പതുക്കനെയുമല്ല, ശരീരം കേൾക്കുന്ന രൂപത്തിൽ ഞാനും ഖബറിലേക്ക് പോകേണ്ടവനാണെന്ന ബോധത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വല്ലാത്തൊരു ഭക്തിയാണ്, വല്ലാത്തൊരു അന്തരീക്ഷമാണ്. ഈ തഹ്ലീലും ചൊല്ലി മയ്യിത്തിങ്ങനെ കൊണ്ടുപോകുമ്പോ റഹ്മത്തിന്റെ മലായിക്കത്തിന്റെ അകമ്പടി തന്നെ. അതേ സമയത്ത് അതും അനാചാരമാക്കി മാറ്റുന്നവനോ അവനതാ മയ്യിത്ത് കൊണ്ടുപോകുന്നത് മഴക്കാലത്തേക്ക് സൂക്ഷിക്കാൻ ഉറുമ്പുകൾ ചോളം കൊണ്ടുപോകുന്ന പോലെ ഒച്ചയില്ല, ശബ്ദമില്ല, ബഹളമില്ല, പതുക്കെ അങ്ങനെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ആ മയ്യിത്ത് കൊണ്ടുപോയി ഖബറിൽ മറവ് ചെയ്യുന്നു. ഒരു നല്ല ആചാരം അനുസരിക്കുന്ന മനുഷ്യനാണെങ്കിൽ, സുന്നത്ത് ജമാഅത്തിന്റെ വ്യക്തിയാണെങ്കിലോ ആ മയ്യിത്ത് ഖബറിലേക്ക് അങ്ങോട്ട് വെച്ചിട്ട് മൂടുകല്ലും വെച്ചിട്ട് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. ഇനി അവിടെ കടന്ന വഹയാ, നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ബാപ്പയാണ് ശരിയാണ്, മകനാ ശരിയാ, അളിയാനാ ശരിയാ. ഈ വിധി ഉണ്ടെങ്കിൽ നമുക്ക് പരലോകത്തുനിന്ന് കാണാം. അല്ല, കണ്ടോളന്ന് നിർബന്ധമൊന്നുമില്ല. എന്റെ സ്വത്തൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാ, തൽക്കാലം അവിടെ കടന്നോ.
ഒരു ബന്ധവും ഇല്ലാതെ പോരുകയാണോ? അല്ലല്ലോ. സ്വഹാബത്ത് വസീത്ത് ചെയ്തില്ലേ, സ്വഹാബി പറഞ്ഞില്ലേ, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ കൊണ്ടുപോയിട്ട് മറവ് ചെയ്താൽ ഉടനെ നിങ്ങൾ പിരിയരുത് കേട്ടോ. ഒരു ഒട്ടകത്തിന് അറുത്ത് അതിന്റെ മാംസം ദാനം ചെയ്യുന്ന സമയം നിങ്ങൾ എന്റെ കബറം പുറത്തു തന്നെ നിൽക്കണം കേട്ടോ. എന്റെ റബ്ബിന്റെ ദൂതന്മാർ വന്നിട്ട് ചോദിക്കുമ്പോൾ മറുപടി കിട്ടാൻ എനിക്കൊരു സമാധാനത്തിനാണ് മഹാന്മാർ വസീത്ത് ചെയ്തോ. പോകട്ടെ, അൻസാരികളാകുന്ന സ്വഹാബാ കിറാമിന്റെ ചര്യ എന്താണ്? ഇബ്നു ഖയ്യിം എന്ന ഇവർ പോലും അംഗീകരിക്കുന്ന നേതാവ് ഒരു കിതാബുണ്ട്, അതിന്റെ പേരാണ് അർ-റൂഹ്. ആ കിതാബ് നോക്കിക്കോ, ഓർമ്മ ശരിയാണെങ്കിൽ അതിന്റെ 10ാമത്തെ പേജ്, അതിൽ കാണാം കാനത്തിൽ അൻസാറു വകാനത്തിൽ അൻസാറു ഇദാ മാതലഹുൽ മയ്യിതു യഖ്തലിഫു ഇലാ ഖബരിഹി യഖറഊനൽ ഖുർആൻ. അൻസാരികളെ കൂട്ടത്തിൽ നിന്ന് ഒരു സ്വഹാബി മരണപ്പെട്ടാൽ, അൻസാരികൾ എന്നാൽ പറപ്പൂർ അൻസാരിയല്ല, അത് ഡിഗ്രിയുള്ള ഡ്യൂപ്ലിക്കേറ്റ് അൻസാരിയാണ്. അതേസമയത്ത് ഒറിജിനൽ അൻസാരേരാണ്? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. മദീനയിലെ സ്വഹാബത്താണ്. ആ സ്വഹാബാക്കളിൽ നിന്ന് ഒരാൾ മരിച്ചാൽ കുഴിച്ചിട്ടിട്ട് ചത്ത് സോക്കട് കുഴിച്ച് മരിച്ചുപോയ ചത്തുപോയ കോഴിയെ കുഴിച്ചിടുന്ന പോലെയല്ല. ഈ സ്വഹാബിയെ മറവ് ചെയ്താൽ ആ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഊഴം വെച്ച് ഖുർആനോതുന്നു, ഖത്വപ്പര കെട്ടുന്നു. അനാചാരമല്ല, ആചാരമാണ്, ചെയ്യേണ്ടതാണ്. സ്വഹാബത്തതാ ഖത്തപ്പര കെട്ടിയിട്ട് ഓതുകയാണ്, ഇബ്നു ഖയ്യിം ഉദ്ധരിക്കുകയാണ്. അതനുസരിച്ച് നമ്മളോ ഖത്തപ്പര കയ്യുന്നതും ചെയ്യണം. അതില്ലെങ്കിലോ അവിടെ വെച്ചിട്ടൊരു ഫാത്തിയെങ്കിലും ഓതിയിട്ട് ആ ഖബർ മറമാടിക്കഴിഞ്ഞ ശേഷം അവിടെ വെച്ചിട്ടൊന്ന് ദുആ ചെയ്യണ്ടേ? അതുപോലും അനാചാരമാക്കി മാറ്റി. ഞാൻ ചുരുക്കുന്നു, ആ മരിച്ചതോട് കൂടെ ജൂതന്മാർ ഉദ്ദേശിച്ച ബന്ധവിച്ഛേദമാണ്. അത് പൂർണ്ണമായിട്ട് നടന്നു. അതേ സമയത്തോ ഇസ്ലാമിന്റെ ആചാരപ്രകാരം മരിച്ചുപോയാലും ബന്ധം വിടുന്നില്ല. അതുകൊണ്ട് ആ മരിച്ചവർക്ക് വേണ്ടി ഒരു സ്വതഖ. എന്തിന്? അവരെ ഖബർ ശിക്ഷയ്ക്ക് ലഘൂകരണം കിട്ടാൻ, അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന, അവർക്ക് വേണ്ടി ഒരു ദിക്ർ. എന്തിനാണ്? സ്വർഗത്തിൽ ദറജ കൂട്ടാൻ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്നു സ്വഹാബി സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എന്റെ ഉമ്മ മരിച്ചുപോയി നബിയെ, ഉമ്മ മരിച്ചുപോയി, ഞാൻ വിദേശത്തായിരുന്നു, ഞാൻ നാട്ടിലില്ല. ഉമ്മ മരിക്കുമ്പോ മരിച്ച ഉമ്മാക്ക് വേണ്ടി ഞാൻ വല്ലതും ചെയ്താൽ അത് ഉമ്മാക്ക് ഉപകരിക്കുമോ? നിനക്ക് വല്ല കഥയുണ്ടോ സൈദേ? മരിച്ചുപോയ മനുഷ്യന്മാർക്ക് പിന്നെ കുറെ സ്വതക്ക് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു മനുഷ്യൻ അവൻ ചെയ്തത് മാത്രമേ ഉള്ളൂ, വേറൊന്നും കിട്ടില്ല. അന്ധവിശ്വാസമാണ്. 3 കൊടുക്കണ്ട കറി, 7 നടത്തണ്ട ദിക്ർ, 40 വെക്കണ്ട ചോറ്, കഴിക്കണ്ട ആണ്ട് നേർച്ച. അള്ളാഹുവിന്റെ റസൂൽ അതാണോ പറഞ്ഞത്? മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ 22 കാറ്റുള്ള ഹദീസാണ്. ഈ ഖുർആനും സുന്നത്തും ഒക്കെ മുറുക്കി പിടിക്കുന്ന സുഹൃത്തുക്കൾ ഇടക്കൊന്ന് തുറന്നു നോക്കിയെങ്കിൽ, പരിഭാഷയൊന്ന് വായിച്ചെങ്കിൽ, നിഷ്കളങ്കമായൊന്ന് ചിന്തിച്ചെങ്കിൽ, ഞാൻ ആഗ്രഹിക്കുകയാണ്. റമളാന്റെ രാത്രിയായതുകൊണ്ട് ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഇസ്ലാമിന്റെ സുന്ദരമായ ആചാരങ്ങളെയാണ് ജൂദായിസത്തിന്റെ ആശയത്തിൽ കുടുങ്ങിപ്പോയിട്ട് അനാചാരമാക്കി മാറ്റിയത്. സഅദിനോട് പറയുന്നു, സഅദ്, നിന്റെ കയ്യില് കുറച്ചെന്തോ കാശുള്ളോ, എന്നാ തൽക്കാലം ഒരു പായസം അങ്ങ് വെച്ചു കൊടുക്കാം, അത്രേ ഉള്ളൂ. എങ്കിൽ കാര്യമായ കാശുണ്ടോ? സ്ഥിരം ഉമ്മാക്ക് വേണ്ടി സംവിധാനം കാണാം. എന്താണത്? ഒരു കിണർ കുഴിക്കുക, എന്നിട്ട് ആ കിണറിന്റെ വെള്ളം മൊത്തത്തിൽ മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി വഖഫ് ചെയ്യുക. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ മരിച്ചാൽ കറി കൊടുക്കും. ഞങ്ങളുടെ മലപ്പുറത്തൊക്കെ ആണെങ്കിൽ കുലാവി എന്ന് പറയും, അല്ലെങ്കിൽ തരിക്കഞ്ഞി, പായസപ്പഴം. അറബികളാണെങ്കിൽ കൊടുക്ക് കട്ടൻ ചായയും അയക്കുന്ന ഈത്തപ്പഴം കൊടുക്കും. ഇങ്ങനെ 2-3 ദിവസമൊക്കെ ഉണ്ടാവും. ഏതായിരുന്നാലും ഷേഖ് സായിദ് മരിച്ചപ്പോൾ നല്ല ബിരിയാണിയെ കൊടുത്തിരുന്നത്. ഏതോ ആവട്ടെ, അതവനവന്റെ കഴിവിനനുസരിച്ച് സ്വതക്ക കൊടുക്കുകയാണ്. ഇരിക്കട്ടെ, ഈ രീതിയിൽ സയ്യിദിനോട് പറയുന്നു, കാശുണ്ടെങ്കിൽ കിണർ കുഴിച്ചോ. കിണർ കുഴിച്ചു, എന്നിട്ട് വെള്ളം കണ്ടു. സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് ഹദീസിൽ കാണാം. എന്താ പറഞ്ഞത്? ഹാദാലി ഉമ്മി സഅദിൻ. ഈ കിണറ് സഅദിന്റെ ഉമ്മക്കാണ് എന്ന് പറഞ്ഞാൽ
നമ്മൾ സാധാരണഗതിയിൽ ഉമ്മമാരൊക്കെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നേർച്ച് ആടും കുട്ടികളൊക്കെ എങ്ങോട്ട് ഉള്ളാളത്തേക്ക്, അല്ലെങ്കിൽ ബദർ ശുഹദാക്കളുടെ പേരിൽ, അല്ലെങ്കിൽ മൊയ്തീൻ ശേഖനെ. അപ്പൊ പറയും ആദാലി മൊയ്തീൻ ശേഖൻ, ഇത് മൊയ്തീൻ ശേഖനുള്ള കോഴിയാ. ആദാലി സുലൈമാൻ നബി, ഇത് സുലൈമാൻ നബിക്കുള്ള കോഴിയാണ്. ആദാലി ബദരീന, ഇത് ബദരീകൾക്കുള്ള കോഴിയാണ്. അത് വന്നിട്ട് നല്ലൊരു ആചാരം, സുന്നത്താണ്. അത് വന്ന് ചില ആളുകൾ പറഞ്ഞ അന്ധവിശ്വാസം, അനാചാരം. ഓ, മരിച്ചുപോയ മൊയ്തീൻ ശേഖ് കോഴി നാൻ പേരല്ലേ, മൊയ്തീൻ ശേഖ് കോഴി എന്ന് പറയാൻ അത് വലിയമാർക്ക് ഇങ്ങനെ നാടൻ കോഴിക്ക് വേണ്ടിയിട്ടല്ല, അങ്ങനെ തെറ്റിദ്ധാരണ. ഇവിടെ ചോദിക്കേണ്ട സായദ്രല്ലാന്ന് പറയുമ്പോ ആദാലി ഉമ്മി സാഴുദീൻ, ഇത് സാഴുദന്റെ ഉമ്മാക്കുള്ള കിണറ. മരിച്ച സാഴുദന്റെ ഉമ്മ അങ്ങനെ അലക്കാനും കുളിക്കാനും ഉജാരന്റെ പാത്രം സോപ്പിനായിട്ട് ഇങ്ങനെ വരുമല്ലേ? അല്ല അല്ല, അങ്ങനെയല്ല. ഈ കിണറിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും കുളിച്ചാൽ, അലക്കിയാൽ, നനച്ചാൽ അതിന്റെ കൂലി മരിച്ച സാധനം ഉമ്മാന്റെ കബറിലേക്ക്. ഓ, എങ്കിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ആളുകൾ ഈ കോഴി അറുത്ത് ഭുക്ഷിച്ച് ഭക്ഷണം കഴിച്ച് യാസീൻ ഓതിയിട്ട് മൊയ്തീൻ ശേഖിന് വേണ്ടി ദുആ ചെയ്താൽ അതിന്റെ കൂലി മൊയ്തീൻ ശേഖിന്റെ കബറിൽ